വീണ്ടും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുകയാണ്. മൂന്ന് പാർട്ടികളും വലിയ രീതിയിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരുങ്ങുകയാണ്. പല പാർട്ടികളും വോട്ടർ പട്ടിക പുതുക്കുന്നതും പിന്നീട് പുതിയ പേരുകൾ ചേർക്കുന്നതുമായെല്ലാം സജീവമായി തന്നെ രംഗത്തുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയാണ്. മൂന്ന് പാർട്ടികളെ പരിശോധിക്കുമ്പോൾ അതിവേഗം തന്നെ ഇത്തരം ഒരുക്കങ്ങളിലേക്ക് കടക്കുകയും പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് BJP ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം 25-ന് എല്ലാ വീടുകളിലും എത്തി ഗൃഹസമ്പർക്കം നടത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാനും BJP കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം നീക്കങ്ങളിലൂടെ പ്രാദേശികമായ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാനും പ്രാദേശിക വിഷയങ്ങളിലേക്ക് ഇടപെടാനും BJP ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോൺഗ്രസും ഇടക്കാലത്ത് ഗൃഹസമ്പർക്ക പരിപാടികൾ നടത്തിയിരുന്നു. അവരും പ്രധാനമായും ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അവരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരികയും അത് പാർട്ടിയെ വലിയ രീതിയിൽ തിരിച്ചടിയാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത് അത്ഭുതമാണ്. അവർ എന്തായാലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതിയില്ല. പക്ഷെ കൃത്യമായി തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ ഏത് പാർട്ടിക്കായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അത് നാം 2020 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മനസ്സിലാകും. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് അന്ന് LDF സർക്കാരിന് ഉണ്ടാക്കിയതെങ്കിൽ അവർ 2020 ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകുകയും ആ ഘട്ടത്തിലാണ് പിണറായി 2-നെ കുറിച്ച് സംസാരം ഉണ്ടാകുകയും ചർച്ച ഉണ്ടാകുകയും ചെയ്തത്. പിന്നീട് അത് കൃത്യമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് മൂന്ന് പാർട്ടികളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ വലിയ കൃത്യമായി വിലയിരുത്തുകയും പഠിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 11-ലധികം മണ്ഡലങ്ങളിൽ ഇവർക്ക് 1-ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ആ സീറ്റുകൾ നിലനിർത്താനുള്ള വലിയ ശ്രമം നടത്തണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകുക. അത്തരത്തിൽ തന്നെയാണ് UDFന്റെയും സ്ഥിതി. UDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 100-ലധികം നിയമസഭാ സീറ്റുകളിൽ അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവും മറ്റു പ്രശ്നങ്ങളും, അഴിമതി ആരോപണം, ഇപ്പോൾ വയനാട്ടിൽ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും ബാങ്ക് തട്ടിപ്പുകളും എല്ലാം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് തരണം ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ സുവർണ അവസരമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ചില കോർപ്പറേഷനുകൾ പിടിക്കുകയും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എല്ലാം മിന്നും വിജയം നേടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നീട് 1-2 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള അവസരം കുറയുകയാണ് ചെയ്യുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ LDF ആണ് വിജയിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായി തന്നെ അവർക്കതൊരു വലിയ ഊർജമായി മാറും. ആ ഊർജത്തോടു കൂടി തന്നെ അവർ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രീണനമായി രംഗത്ത് വരികയും തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹിന്ദുക്കൾ ഉൾപ്പെടെ അവരെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അതിനെ മറികടക്കാനാണല്ലോ ഇന്ന് തന്നെ അയ്യപ്പ സംഗമ ഉൾപ്പെടെയുള്ള ചില ഗിമ്മിക്കുകളുമായി അവർ രംഗത്തിറങ്ങുന്നത്. ആ ഗിമ്മിക്കുകൾ വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രതിപക്ഷ പാർട്ടികളിലേക്ക് ഈ ഭരണവിരുദ്ധ വികാരം വോട്ടുകൾ ചിതറുകയാണെങ്കിൽ സ്വാഭാവികമായി അത് പിണറായിക്ക് ഗുണം ചെയ്യും. ചില മണ്ഡലങ്ങളിൽ അവർക്ക് പൂർണ്ണമായി തന്നെ വിജയിച്ചു കയറാൻ കഴിയും. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു 20-25 സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമായാൽ പോലും അവർക്ക് അധികാരത്തിൽ വരാനുള്ള സീറ്റുകൾ നിലവിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ടല്ലോ, കണ്ണൂരിലും കോഴിക്കോടും കാസർഗോഡും അടക്കമുള്ള, പിന്നീട് നാം തെക്കോട്ട് വരികയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലവും അടക്കമുള്ള, ആലപ്പുഴയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ എത്രത്തോളം കോൺഗ്രസിനും അതോടൊപ്പം തന്നെ BJPക്കും കടന്നു കയറാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ BJPക്ക് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ അത് സ്വാഭാവികമായും അത് നഷ്ടമുണ്ടാകാൻ സാധ്യത CPMനായിരിക്കും. ഇപ്പോൾ നിയമമണ്ഡലം പരിശോധിക്കാൻ അവിടെയുള്ള MLA CPM ആണല്ലോ. അങ്ങനെ BJP നിയമത്തെ വിജയിക്കുകയാണെങ്കിൽ നഷ്ടമുണ്ടാകുന്നത് CPMനായിരിക്കും. വട്ടൂർക്കാവായാലും കഴക്കൂട്ടമായാലും
അതോടൊപ്പം തന്നെ കായംകുളമായാലും അങ്ങനെ പല മണ്ഡലങ്ങളും നാം പരിശോധിക്കുകയാണെങ്കിൽ BJP-യുടെ ഒരു മുന്നേറ്റം ഉണ്ടായാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് CPM-നായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1-2 സീറ്റുകൾ മാത്രമാണ് അവർ BJP-യുമായി നേരിട്ട് പോരാട്ടം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് UDF, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ മാത്രം. എന്തിനു പറയുന്നു? തൃശ്ശൂരിൽ BJP മുന്നേറ്റം കാണിച്ച പല മണ്ഡലങ്ങളിലും CPM-ന്റെ LDF-ന്റെ കയ്യിലിരിക്കുകയാണ്. അത് തൃശ്ശൂരായാലും ഒല്ലൂരായാലും കൊടുങ്ങല്ലൂരായാലും അങ്ങനെ പല മണ്ഡലങ്ങളും നാം പരിശോധിക്കുമ്പോൾ ഒരു CPM BJP പോരാട്ടമായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുക. എന്തായാലും BJP കോർ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ച് അതിലൂടെ വിലയിരുത്തിയിരിക്കുന്നത് നിലവിലെ കാലാവസ്ഥ BJPക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. രാഷ്ട്രീയമായി ഒരു കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് പല അത്ഭുതങ്ങളും നടപ്പിലാക്കാൻ കഴിയും. പക്ഷെ അത് എത്രത്തോളം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് സംശയമാണ്. കാരണം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് വിജയിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷനിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അവർ അവകാശപ്പെട്ടിരുന്നത് പിന്നീട് ഇനി BJP-യുടെ കാലമെന്നാണ്. പക്ഷെ അത് BJP-യുടെ കാലമായിട്ടില്ല. പിന്നീട് വളർച്ച തുടർച്ചയായി കാണിച്ചുകൊണ്ടിരുന്നത് CPM-ആണ്. അവർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഓരോ വർഷവും അവരുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്, സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്, അതും BJPക്ക് എതിരായ ഒരു വോട്ടാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തി തങ്ങളിലേക്ക് വോട്ട് എത്തിക്കാനുള്ള പിന്നീട് ഒരു നയമുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി വരും, അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യ സംഭവമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു വലിയ കബളിപ്പിക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്ന പ്രസ്താവനയുമായി അവർ രംഗത്ത് വന്നായിരുന്നു അന്ന് എന്തായാലും വിജയങ്ങൾ സ്വന്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് നേതാക്കൾ എത്തുന്നു എന്നതാണ്. അപ്പോൾ അത് കോൺഗ്രസും ചെയ്തു, ഇപ്പോൾ BJPയും അങ്ങനെ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഗൃഹസമ്പർക്കവുമായി വീടുകളിൽ എത്തുകയും ആ പ്രാദേശിക ലെവലിലെ പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമവും ഉണ്ടാകും. അത് ഇപ്പോൾ നാം തൃശ്ശൂരിൽ കാണുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കലുങ്ക് ചർച്ചയുമായി ബന്ധപ്പെട്ട്, സംവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി ജനങ്ങളുമായി സംസാരിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പും അതിനുള്ള ശ്രമങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ആ ചർച്ചയിൽ ഉയർന്നു വന്ന പല പ്രശ്നങ്ങൾക്കും ഇപ്പോൾ തന്നെ പരിഹാരം കണ്ടെത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ലെങ്കിൽ CPM-നെങ്കിലും കഴിയുന്നുണ്ട്. കാരണം ഇപ്പോൾ 2 സംഭവമായിട്ടുണ്ട്. ആ ചർച്ച തുടങ്ങിയിട്ട് 3-4 ദിവസം കഴിയുന്നതിനിടയിൽ രണ്ട് പേർക്കാണ് CPM സഹായം ചെയ്തത്. ഒന്ന് കൊച്ചുവേലായുധ, അദ്ദേഹം സുരേഷ് ഗോപിയുടെ അടുത്ത് വീട് ആവശ്യപ്പെട്ടെത്തി. അദ്ദേഹത്തിന് അത് നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെ CPM പ്രവർത്തകരും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തുകയാണ്. അങ്ങനെയെങ്കിൽ കൊച്ചുവേലായുധന് ഞങ്ങൾ വീട് വെച്ച് നൽകും. പിന്നീട് ആനന്ദവല്ലി വർഷങ്ങളായി തന്നെ CPM നേതാക്കൾക്ക് പുറകെ നടക്കുകയാണ് ഈ കരുവന്നൂർ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അന്ന് CPM നേതാക്കൾ കണ്ടില്ല. സുരേഷ് ഗോപി ഒന്ന് അപമാനിച്ചു എന്ന് വാർത്ത വന്നതിന് പിന്നാലെ ബാങ്കുകാർ ഓടി വീട്ടിൽ വരികയാണ്. അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ വലിയ ഇടപെടൽ അത് പോസിറ്റീവായും നെഗറ്റീവായും ഉണ്ടാകുകയാണ്. എന്തായാലും 3 പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.